മാല കോർത്ത് ദേവന്റെ പടുത്ത് ചേർത്തു. ഏത് ദേവന്റെ? കൃഷ്ണദേവന്റെ. എന്തിനാ കള്ളം പറയുന്നേ? എനിക്കറിയാട്ടോ. ഒന്ന് പോടി, അതിന് അങ്ങേരിവിടില്ലല്ലോ. ഇന്ന് വരുന്ന ദിവസമല്ലേ? വന്നാ ഞാൻ നോക്കിക്കൊള്ളാം. ഇനിയിപ്പോ അങ്ങേർക്ക് ചേർത്താനാണെങ്കിലും നിനക്കെന്താ അത്ര വിഷമം? ഓ, പരിഭവിച്ചോ? എന്റെ പൊന്നു സുമിത്രേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. മോള് ദേഷ്യപ്പെടാതെ. ദേ ഇങ്ങോട്ട് നോക്കി, നിന്റെ ആ ചിരിക്കുന്ന മുഖം ഒന്ന് കാണട്ടെ. ശരിക്കും പെണ്ണേ, പ്ലീസ്. നീ എത്ര സുന്ദരിയാ മോളെ. നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ദൈവം ചിലർക്ക് ചിലത് വിധിച്ചിട്ടുണ്ട്. സൗന്ദര്യം പെൺകുട്ടികൾക്ക് ഒരു ശാപമാണ്. നിന്റെ ഒരു തത്വശാസ്ത്രം. വാസ്തവത്തിൽ നീ ഒരു ഭാഗ്യവതിയാ. ആവശ്യത്തിന് സ്വത്ത്, സൗന്ദര്യം, സ്നേഹിക്കാൻ ഒരു പുരുഷൻ. കുറച്ചുനാൾ കഴിയുമ്പോൾ നിന്റെ വിവാഹം നടക്കും. പിന്നെ നിനക്കൊരു കുഞ്ഞ്, നിന്നെപ്പോലെ തന്നെ സുന്ദരിക്കുട്ടി, അല്ലെങ്കിൽ കുട്ടൻ. ആ കുഞ്ഞിനെ ഓമനിച്ചും കളിപ്പിച്ചും സന്തോഷത്തോടെ കഴിയും. അല്ല, നീ കരയാണോ? നിന്നെ തേടി എന്നെങ്കിലും ഒരാൾ വരും. എന്നെ തേടി ഒരാൾ വരുമെന്ന്. വരും. 14 കുതിരകളെ പൂട്ടിയ ഒരു സ്വർണ്ണത്തേരിൽ സ്വർഗലോകത്ത് 7 അഴകുള്ള ഒരു രാജകുമാരൻ ശശികല എന്ന കറമ്പിപ്പെണ്ണിനെ വിവാഹം കഴിക്കും. അല്ലേ സുമിത്രേ? നിന്നെ കളിയാക്കാൻ പറഞ്ഞതല്ല. നിനക്ക് വേണ്ടി ഞാൻ ഇന്നും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാത്തൊരു കാക്കക്കറമ്പിയായി ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു? നീ അതും ഇതൊക്കെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനം ഇരിക്കും. വാ, നമുക്ക് പോവാം. ഉച്ചയ്ക്ക് നീ വീട്ടിലേക്ക് വരണം. എന്താ വിശേഷം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് മറന്നുപോയോ? ഇന്ന് ബാബുവിന്റെ ജന്മദിനമാണ്. ഓ, ഞാനതങ്ങ് മറന്നു. നീ പോയിക്കോ, ഞാൻ ഉടനെ വന്നേക്കാം.
ആ പോസ്റ്റ്മാനൊന്നും അല്ല, അത് അവന്റെ പണിയാ. നീ അടുക്കളയിൽ പൂച്ച കയറുന്നാ തോന്നുന്നത്. നീ അവിടെ ചെല്ല്. ആഹാ, അമ്മേ ഇത് പൂച്ചയൊന്നുമല്ല, ഒരു കുറുക്കനാ. നിങ്ങൾ കൈ കഴുകി, ഞാൻ ചോറ് വേണം. അവർക്ക് ഇപ്പോഴും കുട്ടികൾ മാറിയിട്ടില്ല. സുമിത്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ പറയാം. എനിക്കെന്ത് സമ്മാനം തരും? എന്റെ വക പായസം രാജേട്ടന്. എങ്കിൽ ഞാൻ പറയാം. സുമിത്ര ഒരു ടീച്ചറാകാൻ പോകുന്നു. എന്താ വിശ്വാസമായില്ലേ? ദാ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്ന വഴിക്ക് പോസ്റ്റ്മാൻ തന്നാണ്. ഒന്നാം തീയതി ജോയിൻ ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇനി 4 ദിവസം കൂടിയുള്ളൂ. അതിനു മുമ്പ് അവൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കണ്ടേ? നീ തന്നെ പോയി എല്ലാം ഒന്ന് ശരിയാക്കണം. മറ്റാരും ഇവിടുന്ന് പോകാനില്ലാത്തോണ്ടാ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മായി? നിന്റെ അച്ഛനെ കൂടൊന്നും കാണാനില്ലല്ലോ. അതിന് അച്ഛനെ പുറത്തിറങ്ങാൻ സമയം വേണ്ടേ? ഇനി നിങ്ങളുടെ വിവാഹം കൂടി നടന്നു കഴിഞ്ഞ് എനിക്ക് സമാധാനമായി. ഈ ജോലിയിൽ ഞാനൊന്ന് ചൂടുറപ്പിച്ചോട്ടെ അമ്മേ. കൊച്ചു കുട്ടിയാണെന്ന ഇപ്പോഴും ഉള്ള വിചാരം. എന്ന് ഞാൻ പോട്ടെ അമ്മായി. ഒന്ന് നിൽക്കൂ രാജേട്ടാ. രാജേട്ടാ, ഒരു ഉപകാരം ചെയ്യുമോ? എന്താ? ഇവൾക്കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുമോ? നോക്കാം. ഇനി നീയും കൂടി പോയി കഴിഞ്ഞാൽ നിന്റെ അടുത്തിരിക്കുമ്പോഴാണ് എന്റെ വേദനകൾ അല്പമെങ്കിലും മറക്കുന്നത്. ദുരിതം മാത്രമേ ഞങ്ങൾക്ക് കൂട്ടുള്ളൂ. ഇന്ന് വീട്ടിൽ പട്ടിണിയാ. അരി വാങ്ങിക്കാൻ പണം വേണ്ടേ? അച്ഛൻ പനി പിടിച്ച് കിടക്കോ? ഓഹോ, എന്നിട്ട് നീ എന്താ ഇത് നേരത്തെ പറയുന്നത്? അമ്മയോട് അരി വാങ്ങിക്കൊണ്ട് പോയി കഞ്ഞി വെക്കൂ. വേണ്ട, അച്ഛൻ അറിഞ്ഞാ എന്നെ തല്ലിക്കൊല്ലും. പട്ടിണി കിടന്നാലും ആരോടും കടം വാങ്ങിക്കരുതെന്ന് അച്ഛന് നിർബന്ധമാ. അച്ഛനൊന്നും അറിയില്ല. നീ വാ, അരി ഞാൻ തരാം. വേണ്ട സുമിത്രേ, പട്ടിണി കിടന്ന് പരിചയമുള്ളതുകൊണ്ട് ഒന്നും സാരമില്ല. നിന്നോടാവൊന്നും ചോദിച്ചില്ല. പിന്നെ നാളെ ആറ്റി കുളിക്കാൻ പോവാൻ നീ ഇതുവഴി വരില്ലേ? വരാം. ഇനി 2-3 ദിവസമല്ലേ നിന്നോടൊത്ത് കുളിക്കാനാവും. സുമിത്ര നാളെ പോവാണ്. എല്ലാം കൊണ്ടും അവള് ഭാഗ്യവതിയാ. മോള് കഞ്ഞി കുടിച്ചോ? എനിക്ക് നല്ല വിശപ്പില്ല. ഇത് ഉച്ചയ്ക്കും നീ ഒന്നും കഴിച്ചില്ലല്ലോ മോളെ. ഇതാ ഇത് കഴിച്ചു. വേണ്ട അച്ഛാ, അച്ഛൻ കഴിച്ചോ. എനിക്ക് വിശപ്പില്ല. മോളെ സൂക്ഷിച്ചോണം. അന്യനാടാണ്. ഇവിടെ ഉള്ളവരെ പോലെ ആയിരിക്കില്ല അവിടുത്തെ ആൾക്കാര്. ചെന്നാൽ ഉടനെ കത്തയക്കണം കേട്ടോ. ഇനിയും താമസിച്ചാൽ സന്ധ്യ കഴിയും അവിടെ എത്താൻ. ഇങ്ങനെയാണോ എന്നെ യാത്രയാക്കുന്നത്? ഒന്ന് ചിരിച്ചേ. നീ ചിരിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. പോയിട്ട് വാങ്ങ. ഇനി ഹോസ്റ്റലായില്ലേ രാജേട്ടാ? ഹോസ്റ്റലോ? നിന്നെ വല്ല ഹോസ്റ്റലിലും കൊണ്ടിടാൻ എനിക്ക് കഴിയുമോ മോളെ? എന്നിട്ട് അമ്മയോട് പറഞ്ഞത് ഹോസ്റ്റലിലാണെന്നല്ലേ? നീ സുരക്ഷിതമായിരിക്കണം. എനിക്ക് നിന്നെ സ്വതന്ത്രമായി വന്ന് കാണാൻ കഴിയണം. അങ്ങനെയുള്ളൊരു വീട്ടിലേക്കാ നമ്മൾ പോകുന്നത്.
രാജനോ? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. സുമിത്ര അല്ലേ? അതെ. വരൂ, ഇരിക്കും. സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം. അധികം പേരൊന്നുമില്ല. ഞാനും എന്റെ മോൻ സതീഷും അവന്റെ ഭാര്യ ഒരു കുഞ്ഞും. ആ, ഞാൻ ആ കാര്യം മറന്നുപോയി. സതീഷ് മാലിനി എവിടെ? ആ, അവർ രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കുക. അത്യാവശ്യമായി ചെല്ലണമെന്ന് പറഞ്ഞ് കത്ത് വന്നിരുന്നു. വൈകുമ്പോഴേക്കും എത്തും. സുമിത്ര ഇരിക്കെ, ഞാനിപ്പോ വരാം. തനിയെ ഇവിടെ എങ്ങനെയാ കഴിയുക? തനിയല്ലല്ലോ, സതീഷും ഭാര്യയും കുഞ്ഞും ഒക്കെ ഇല്ലേ? ഇങ്ങോട്ടാണ് വരുന്നതെന്ന് രാജേട്ടന് നേരത്തെ പറയാറുന്നില്ലേ? നീ ഇവിടെ ഒന്നും ഭയപ്പെടണ്ട. യു വിൽ ബി പെർഫെക്റ്റ്ലി സേഫ് ഹിയർ. ഞാനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. സുമിത്രയുടെ കാര്യം രാജൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പറയുമായിരുന്നു. മുറപ്പെണ്ണാണെന്നും വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ. മോള് വാ, മോൾക്ക് മുറി കാണിച്ചു തരാം. കുളിച്ച് വസ്ത്രമൊക്കെ ഒന്ന് മാറ്, യാത്രാക്ഷീണം മാറട്ടെ. ഇന്ന് പോകണ്ട രാജേട്ടാ. എടുക്കണേ, എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. നാളെ നിന്നെ സതീഷ് സ്കൂളിൽ കൊണ്ടാക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാ കാര്യവും ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലേ? പിന്നെന്താ? അതല്ല രാജേട്ടാ, ഇവിടെ എന്തോ ഒരു വല്ലാത്ത വിഷമം. അതെല്ലാം മാറിക്കൊള്ളും. പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മറ്റൊരാളുടെ വീടാണെന്ന് ഓർമ്മ വേണം. ആ, വീട്ടിലേക്ക് കത്തയക്കുമ്പോ ഹോസ്റ്റലിലാണ് താമസം എന്ന് എഴുതിയാൽ മതി. അല്ലെ അമ്മ വേദനിക്കും. വരട്ടെ. നീ ഒന്ന് സന്തോഷമായിട്ടിരിക്കും. യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ? മോനെന്തേ അമ്മേ? ഓ, എന്തൊരു കരച്ചിലായിരുന്നു. ദേ ഇപ്പൊ കിടന്നുറങ്ങി. ഇടയ്ക്ക് കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, അതാ വരാൻ വൈകിയത്. രാജൻ വന്നിരുന്നു അമ്മേ? വന്നിട്ട് പോയി. ഞാൻ വന്നിട്ട് അവനെ വിടാവുന്ന അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയത്? ഞാൻ നിർബന്ധിച്ചതാ മോനെ. എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് വേഗം പോയി. അതൊക്കെ അവന്റെ ഒരു അടവല്ലേ? ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാ കക്ഷി. സുമിത്രയെ കാണാൻ ധൃതി പിടിച്ച് വരികയായിരുന്നു. തനിയിരുന്ന് മുഷിഞ്ഞ കാണുമല്ലേ? ഏയ്, അതൊന്നുമില്ല. എങ്ങോട്ടാ? നമ്മുടെ വെഡിങ് ആൽബം സുമിത്ര ഒന്ന് കാണിക്കട്ടെ. ദേ, മണി 10 വേഗം വന്നേക്കണം, ഇല്ലേ ഞാൻ കിടന്നുറങ്ങും. ഗുരുവായൂരമ്പലത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. വലിയ ആർഭാടമായിരുന്നു. ഇത് മേക്കപ്പ് റൂമിൽ വെച്ചെടുത്താണ്. ഇത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാറിൽ കയറുന്നത്. ദേ, ഇതാണ് എന്റെ അച്ഛനും അമ്മയും. ഈ നിൽക്കുന്ന ആങ്ങള. ദേ നിൽക്കുന്നു രാജേട്ടൻ. ആരാണ് ഇവിടെ വന്നത്? നിന്നെ തല്ലി കൊല്ലുപടി. ആരാണ് ഇവിടെ വന്നത്? കള്ളം കള്ളം പറയുന്നത് കടുവട മോളെ. നിന്നെ കൊല്ലുപടി പറയില്ലല്ലേ? പേടിയാവുന്നുണ്ടാവുമല്ലേ? സാരമില്ല, 1-2 ദിവസത്തിനകം പേടിയൊക്കെ മാറിക്കൊള്ളും. ഒരു തെമ്മാടി അവിടെ താമസിക്കുന്നുണ്ട്. അയാൾ ഭാര്യയെ മര്യാദ പഠിപ്പിക്കുന്നതാ. ആ കഥകളൊക്കെ പിന്നെ പറയാം. സുമിത്ര കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സുമിത്രേ, വേഗമാട്ടെ. സതിയേട്ടൻ പോകാൻ ധൃതി കൂട്ടുന്നു. ചേച്ചിയോട് വാ, എനിക്കൊരു കൂട്ടാവുമല്ലോ. നീ എന്തിനാ പേടിക്കുന്നേ? സതിയേട്ടൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കി ഹെഡ് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് ഓഫീസിലേക്ക് പോകും. ചെല്ലുമോളെ. വരട്ടെ അമ്മേ, വരട്ടെ. ടീച്ചർ. എന്താ സാർ? പുതിയ ടീച്ചറാ, സുമിത്ര. ഹലോ. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടു. ശരി, വരൂ.
പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എന്നെ പരിചയപ്പെടുത്താം. പേര് സുമിത്ര. ഇന്നു മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്. എന്നെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം. ടീച്ചറിന്റെ വീട് എവിടെയാ? തൊടുപുഴ. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഒരു കൊച്ചനിയനും. ടീച്ചർ കല്യാണം കഴിച്ചാണോ? ആർക്കാ അറിയേണ്ടത്? ആരാ ചോദിച്ചത്? ദൈവനാ ടീച്ചർ. കുട്ടിയുടെ പേരെന്താ? പങ്കജാക്ഷൻ. എഴുന്നേക്കൂ. പങ്കജാക്ഷൻ എന്താ അറിയേണ്ടത്? ടീച്ചർ കല്യാണം കഴിച്ചതല്ല. എന്താ പങ്കജാക്ഷന് നോട്ടമുണ്ടോ? പങ്കജാക്ഷന്റെ വീട് എവിടാ? ഇവിടെ അടുത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേച്ചിയും. പങ്കജാക്ഷന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും എത്രയായിരുന്നു മാർക്ക്? പറയൂ. കണക്കിന് 2, ഇംഗ്ലീഷിന് 3, സയൻസിന് 5. മതി മതി. പങ്കജാക്ഷൻ കഴിഞ്ഞ വർഷവും ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നു അല്ലേ? പങ്കജാക്ഷൻ എന്റെ മുഖത്തേക്ക് നോക്കൂ. ഇങ്ങനെയൊന്നുമല്ല ക്ലാസ്സിൽ ഷൈൻ ചെയ്യേണ്ടത്. പഠിക്കണം. പഠിച്ച് വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകണം. അങ്ങനെ ഷൈൻ ചെയ്യണം. കേട്ടോ? ഇനിയും ക്ലാസ്സിൽ ഉഴപ്പരുത്. ഇരുന്നോളൂ. ഇത്രയില്ലാത്തൊരു കൊച്ചുകുട്ടിയെ ചേച്ചി. അവൻ ചോദിക്കുക ടീച്ചർ കല്യാണം കഴിച്ചതാണോന്ന്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെല്ലാം വിളഞ്ഞ വിത്തുകളാ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചറിന്റെ മുഖത്തൊന്നും നോക്കാൻ പോലും പേടിയായിരുന്നു അല്ലേ? സ്റ്റാഫ് റൂമിലിരുന്ന് ഞാനിതോർത്ത് ഒത്തിരി ചിരിച്ചു. എന്താ സുന്ദര? ഒന്നുമില്ല. ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടില്ലേ? അത് ഈ വീട്ടിൽ നിന്നായിരുന്നോ? ആ, എന്താ ചോദിച്ചത്? ഒന്നുമില്ല. ശ്രീദേവി എന്ന അവളുടെ പേര്. വളരെ പാവമാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെ ആ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനാ അവളുടെ വിധി. ഇവിടെ വരാറില്ലേ? നല്ല കാര്യമായി. ഒരിക്കലേ വന്നിട്ടുള്ളൂ. അതിന് കിട്ടിയ തല്ലിന് കണക്കില്ല. അയാളെന്താ അങ്ങനെ? എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ? അയാളുടെ സ്വഭാവം അങ്ങനെയാ. ഒരു സന്ധ്യയ്ക്ക് ഞാൻ ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ അയാൾ എന്നെ കൈകാട്ടി വിളിച്ചതാ. അതിന് സതിയേട്ടനുമായി അല്പം കശപിശയുണ്ടായി. പിന്നീട് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറേയില്ല. എന്താ അയാളുടെ പേര്? സുകുമാരൻ. വാ സുമിത്ര, മോൻ ഇരുട്ടിന് അമൽ സ്പ്രേ വാങ്ങണം. സുമിത്ര ഇവിടെ ഈ സ്കൂളിൽ ടീച്ചറാണോ? കൺഗ്രാജുലേഷൻ. വരൂ ടീച്ചറെ, നമുക്ക് പോവാം. നീ അറിയുന്ന ആളാണ്
ആളാണോ ആ കടക്കാരൻ? ആ, ഞാൻ പഠിച്ച കോളേജിലാ അയാളും പഠിച്ചത്. എന്നിട്ടെന്റെ അയാളോട് നീ ഒന്നും ചോദിക്കാതിരുന്നത്? എന്ത് ചോദിക്കാൻ?
വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കോളേജ് കലാസമിതി അവതരിപ്പിക്കുന്ന ജീവപര്യന്തം എന്ന നാടകം ഉടനെ ആരംഭിക്കുന്നു. ആ, സുമിത്രയ്ക്കൊരു ഫോൺ കാണുന്നുണ്ട്. ആരുടെയാ? അറിയില്ല. ഓ, രാജേട്ടന്റെ ആയിരിക്കും. നീ ഇവിടെ വാ. അയ്യോ, നാടകത്തിന് ബെല്ല് കൊടുത്തു. ഫസ്റ്റ് സീനിൽ ഞാനുണ്ട്, നീ പോയിട്ട് വാ. ഒന്നും ചെയ്യരുത്. ഇല്ല, ഒന്നും ചെയ്യില്ല. എന്നെ വിട്ടേക്കൂ പ്ലീസ്. വിട്ടേക്കാം. അതിനു മുമ്പ് യു ആർ സോ ബ്യൂട്ടിഫുൾ. എന്നെ തൊടരുത്. തൊട്ടാൽ ഞാൻ വെള്ളം വയ്ക്കും. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത്. സുമിത്ര ബഹളം വയ്ക്കുന്നു. അത് കേട്ട് കോളേജ് ഓഡിറ്റോറിയത്തിലിരിക്കുന്ന എല്ലാവരും ഓടിയെത്തുന്നു. വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, അവരുടെയൊക്കെ മുമ്പിൽ വെളിച്ചം പോലും ഇല്ലാത്ത ഈ മുറിയിൽ ഞാനും സുമിത്രയും. മതി, സുമിത്രയുടെ ജീവിതം നശിക്കാൻ അത് മാത്രം മതി. നിന്റെ മാനം നഷ്ടപ്പെട്ടെന്ന് നാട്ടുകാർ പറയുമ്പോൾ അമ്മ പൊട്ടിക്കരയും. ചിലപ്പോൾ ആത്മഹത്യ. വേണോ നിന്റെ മാനനഷ്ടം, അമ്മയുടെ ആത്മഹത്യ? ഇതൊന്നും വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. മറിച്ചാണെങ്കിൽ നീ ദുഃഖിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം. നിന്റെ കുറെ നഗ്ന ചിത്രങ്ങൾ. വളരെ മാന്യമായാണ് നിന്നോട് ഞാനിത് ആവശ്യപ്പെട്ടത്. അതനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ഞാനൊരു മൃഗമാവും. ഇല്ല, അത് മാത്രം നിങ്ങൾ പറയരുത്. ഒന്നിൽ കൂടുതൽ ഞാൻ പറയാറില്ല. നീ അഴിച്ചില്ലെങ്കിൽ ഞാൻ അഴിക്കും. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാനൊരു പാവമാണ്. പ്ലീസ്. ഇനി ശബ്ദിച്ചാൽ കൊന്നുകളയും. You are so beautiful. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ ഇങ്ങനെ വേർക്കുന്നേ? എന്തോ വല്ലാത്ത ക്ഷീണം. നീ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. വന്ന് ഊണ് കഴിച്ചിട്ട് കിടക്കാം. വേണ്ട ചേച്ചി, നല്ല വിശപ്പ് തോന്നുന്നില്ല. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എങ്കിൽ ഊണ് കഴിച്ചിട്ട് കിടന്നാ മതി. വരൂ. മാലിനി, സുമിത്രയോട് വേഗം വരാൻ പറയും. സുമിത്ര ഇന്ന് ബസ്സിൽ പോയിക്കോളാമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതെന്താ? എന്തിനാ സതിയേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. സതീഷിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓഫീസിൽ പോകുന്ന വഴി സ്കൂളിന് മുമ്പ് കാറൊന്ന് നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. വരൂ. സുമിത്രേ, എന്നെ മറന്നിട്ടില്ലല്ലോ. സതീഷിന്റെ വീട്ടിലാണ് താമസം അല്ലേ? കണ്ടു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് ടെറസിൽ നിൽക്കുന്നത്. എന്നോട് വെറുപ്പായിരിക്കും. വിവാഹം കഴിഞ്ഞു. എന്റെ വീട്ടിലേക്കൊന്ന് വരൂ, ഭാര്യയെ പരിചയപ്പെടുത്താം. ഒന്ന് പോകൂ. സുമിത്രയ്ക്ക് അറിയുമോ, ഞാനിപ്പോ പഴയ സുഖവാനല്ല. ശരിയാണ്, കുറെ കൂടി ക്രൂരനായിട്ടുണ്ട്. അത് പോട്ടെ, സുമിത്ര വീട്ടിലേക്കൊന്ന് വരണം.
ഒരു ചെറുത്താന്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ആ ഫോട്ടോകൾ ഇപ്പോഴും എന്നതിലുണ്ട്. പേടിക്കണ്ട, ഞാനത് ആരെയും കാണില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ? എന്തായാലും സുമിത്ര വീട്ടിൽ വരുമല്ലോ, നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ഇല്ല, ഞാൻ വരില്ല. വരും, നീ വരും. രാജേട്ടൻ ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ? ഞാനും വരുന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. അമ്മയും ശശികലയും ഒക്കെ ഒന്ന് കാണണം. ഇപ്പൊ വരണ്ട, അമ്മയ്ക്ക് ശശികലയ്ക്കൊക്കെ സുഖം തന്നെ. ഇല്ല, ഞാൻ വരും. രാജേട്ടൻ എന്നെ കൊണ്ടാക്കണം. നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ? എന്ത് പറഞ്ഞാലും രാജേട്ടന്റെ കൂടെ ഞാൻ ഇന്ന് വരും. എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. ഇനി താമസിപ്പിക്കണ്ട. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? വിവാഹം കഴിഞ്ഞാൽ രാജേട്ടൻ എന്റേത് മാത്രമാകുമെന്ന് ഉറപ്പാകുമല്ലോ. അപ്പൊ എന്നെ നിനക്ക് ഇപ്പോഴും സംശയമാണ്? ഇല്ല, രാജേട്ടന് എനിക്ക് വിശ്വാസമാണ്. പക്ഷേ രാജേട്ടന്റെ മേൽ എനിക്ക് അവകാശമൊന്നുമില്ലല്ലോ. എന്നെ ഭരിക്കാൻ വേണ്ടിയാണ് വിവാഹം ഉടനെ നടത്തണമെന്ന് പറഞ്ഞതല്ലേ? രാജേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വിവാഹം കഴിച്ച് സ്കൂളിനടുത്തൊരു കൊച്ചു വീടെടുത്ത് നമുക്ക് കഴിയാം. എനിക്കൊരു തുണയാകുമല്ലോ. അതായത് ഞാൻ നിന്റെ പാറാവുകാരനായി നിൽക്കണമെന്ന്? എന്നെ കിട്ടൂല. പോ രാജേട്ടാ, എപ്പോഴും തമാശയാ. ഞാൻ കാര്യമായി പറഞ്ഞതാ. ആലോചിക്കാം. എനിക്കറിയാം രാജേട്ടൻ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാ. ഒരധ്യാപികയായിട്ടും നിന്റെ കുട്ടിത്തം മാറിയിട്ടില്ലല്ലോ. കല്യാണം കഴിയട്ടെ, ജീവിതത്തിന്റെ കയ്പും മധുരവും ഞാൻ മനസ്സിലാക്കി തരാം. എന്താ ഇത്ര പറഞ്ഞാ തീരാത്ത കാര്യങ്ങള്? അമ്മേ, ശശികല ഇവിടെ വരാറില്ലേ? എന്ത് പറ്റിയെന്നറിയില്ല, 2-3 ദിവസം അവളെ കണ്ടിട്ട്. അവളെ ഒന്ന് കാണാൻ കൊതിച്ചിട്ടാ ഞാൻ പോരാൻ നിർബന്ധം പിടിച്ചത്. എന്റെ മരണം അടുത്ത സുമിത്ര. നീ എന്തൊക്കെയായി പറയുന്നത്? വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. എന്റെ കയ്യിലൊന്ന് പിടിക്കാമോ? ഞാനൊന്ന് എണീക്കട്ടെ. തീക്കനലിൽ കൈവയ്ക്കുന്ന പോലെ ഉണ്ട്. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 4-5 ദിവസമായി. മരുന്ന് വല്ലതും കഴിച്ചോ? കഴിച്ചു. എന്നിട്ട് എന്തേ മാറാത്തത്? ഇനി മാറിക്കൊള്ളു. നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ബസ് സ്റ്റോപ്പ് മാറിയാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? അല്പം സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കാം. വരൂ. വരുന്നില്ലേ? വീട്ടിലേക്ക് വിളിച്ചിട്ടേ വരാതിരുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? ഇന്ന് രാത്രി സുമിത്ര വീട്ടിലേക്ക് വരണം. ഒരു രാത്രി എന്റെ വീട്ടിൽ കഴിയാം. ഞാൻ വരില്ല. തീർച്ചയാണോ? അതെ. നീ വരില്ല? ഈ ഫോട്ടോകൾ ആരുടെ വേണമെന്ന് അറിയാമല്ലോ. ഒരു നിമിഷം കൊണ്ട് സുമിത്രയുടെ ഭാവി തകർക്കാൻ എനിക്ക് കഴിയും. നാളെ വൈകുന്നേരം ഈ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിൽക്കും. ബൈ. ആരെ കാത്തിരിക്കുക? നിന്റെ മറ്റവനെയോ? ഉറങ്ങാൻ സമയമായില്ലടി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. കഴിക്കാൻ വല്ലതുണ്ടോടി? ഇത്രയും നാളും ഞാൻ സഹിച്ചു. ഇനി വയ്യ. ഞാനിത് സമ്മതിക്കില്ല. ശ്യാമേ, ആരെ ജോലി? You are so beautiful. എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞോ? എന്നോടുള്ള പിണക്കം ഇനിയും തീർന്നില്ലേ? നിൽക്കൂ. എന്താ തീരുമാനം?
എന്നെ വെറുതെ വിടൂ. അതിന് സുമിത്ര ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. എനിക്ക് വരാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, പോയിക്കോളൂ. ആ ഫോട്ടോയും നേച്ചറും തന്നേക്കൂ. തരാം. ഒരു അശ്ലീല മാസികയിൽ ഫോട്ടോകൾ അച്ചടിച്ച് നിനക്കും സതീഷിനും നിന്റെ ഹെഡ്മാസ്റ്റർക്കും ഓരോ കോപ്പി വീതം. ഓക്കെ? ദയവ് ചെയ്ത് എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. അടുത്ത ബുധനാഴ്ച രാത്രി 1 മണിക്ക് നീ വീട്ടിൽ വന്നിരിക്കണം. അന്ന് ഞാൻ കാത്തിരിക്കും. വന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇവൾ അനാഥയാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചേച്ചി സമാധാനപ്പെടും. ഈ ദുഃഖങ്ങളൊക്കെ ഒരിക്കൽ തീരും. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഒന്ന് ആശ്വസിപ്പിക്കാൻ നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടി ഞാൻ മരിച്ചുപോയെന്നെ. ചേച്ചിക്ക് ഞാനുണ്ട്. ചേച്ചി എന്റെ കൂടെ പോരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിധവയായി കഴിയാൻ എനിക്കാവില്ല. അമ്മേ, സുമിത്ര എവിടെ പോയി? മുറിയതില്ലേ? അവിടെയൊന്നും കാണുന്നില്ലല്ലോ. സുഖവട്ടനെ അന്വേഷിച്ച് ഇവിടെ സ്ത്രീകൾ വലിയ പതിവാണ്. അക്കൂട്ടത്തിൽ ഒരാളായിരിക്കും സുമിത്ര എന്ന് കരുതിയാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയത്. സാരമില്ല, ശ്രീദേവിയുടെ വേദന കുറെയൊക്കെ മാലിന്യ പറഞ്ഞറിഞ്ഞു. എല്ലാം എന്റെ വിധിയാണ്. ശ്രീദേവിയുടെ വീട് കൊല്ലത്താണ്. ഭർത്താവ് ബിസിനസ്സാ, കടയിൽ പോയിരിക്കുന്നു. കുറെ ദിവസം മുൻപ് രാത്രി ശ്രീദേവിയുടെ കരച്ചിൽ കേട്ടല്ലോ. കരയാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് ഞാൻ. മനസ്സിലായില്ല? പ്രേമവിവാഹമായിരുന്നു ഞങ്ങളുടേത്. വീട്ടുകാരെതിർത്തിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായി എല്ലാം തകർന്നു. അദ്ദേഹത്തിന് എന്നെ വിശ്വാസമില്ലാതായി. എന്റെ മോള് പോലും അദ്ദേഹത്തിന്റെ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീദേവിയുടെ വീട്ടുകാർക്കൊന്നും അറിയില്ലേ? വിവാഹത്തിന് ശേഷം എന്റെ സഹോദരൻ രാജീവ് മാത്രമേ ഈ വീട്ടിൽ കയറിയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്നെ വെറുപ്പാണിപ്പോഴും. എല്ലാ ദുഃഖങ്ങളും തീരും. രണ്ടിലൊരാൾ മരിക്കുമോ? ബുധനാഴ്ച രാത്രി 1 മണിക്ക് നീ വീട്ടിൽ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ ബുധനാഴ്ച രാത്രി 1 മണിക്ക് നീ വീട്ടിൽ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ
സുമിത്രേ 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 സുമിത്ര ഒന്ന് എഴുന്നേൽക്കൂ. സുമിത്രേ, അടുത്ത വീട്ടിലെ സുമാരൻ മരിച്ചു. അയാളെ ആരോ കുത്തിക്കൊന്നു. ഇന്നലെ നിങ്ങളും ഭർത്താവ് ഒരു മുറിയിലല്ലേ കിടന്നുറങ്ങിയത്? കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെയല്ല. ഓഹോ, അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. ഇന്നലെ എപ്പോഴാണ് സുകുമാരൻ വീട്ടിൽ വന്നത്? രാത്രി 9 മണിയായി കാണും. മദ്യപിച്ചിരുന്നു? അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ചോറ് വിളമ്പി മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി. നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത്? 10 മണിയായി കാണും. രാത്രി സുകുമാരന്റെ മുറിയിൽ നിന്ന് ശബ്ദം വരുന്നു കേട്ടോ? ഇല്ല. ഇടയ്ക്ക് കുഞ്ഞുണർന്ന് കഴിഞ്ഞില്ലേ? ഒരു പ്രാവശ്യം. അപ്പോൾ സമയം എന്തായി കാണും? പാതിരാത്രി കഴിഞ്ഞു കാണും. മുറിയിൽ നിന്ന് ശബ്ദം വലുതും കേട്ടോ? ഇല്ല. രാവിലെ എപ്പോഴാണ് ഉണർന്നത്? 6 മണിയായി കാണും. നിങ്ങളാണോ ശവം ആദ്യമായി കണ്ടത്? അതെ, മുറ്റമടിക്കുമ്പോ വാതിൽ തുറന്നു നടക്കുന്നത് കണ്ടു. അകത്തേക്ക് എത്തി നോക്കിയപ്പോ ഇന്നലെ ഇവിടെ ആരൊക്കെ വന്നിരുന്നു? രാജീവ് വന്നിരുന്നു, എന്റെ സഹോദരൻ. എപ്പോഴാണ് മടങ്ങിയത്? 5 മണി കഴിഞ്ഞു. രാജീവ് എന്തിനാണ് വന്നത്? എന്നെ കാണാൻ. ഇടയ്ക്കിടെ അവൻ വരാറുണ്ട്. സുകുമാരനും രാജീവും തമ്മിൽ ഇന്നലെ കണ്ടോ? ഇല്ല. വേറെ ആരെങ്കിലും വന്നിരുന്നോ? സുമിത്ര വന്നിരുന്നു. ഏത് സുമിത്ര? അയലത്ത് താമസിക്കുന്ന ടീച്ചറാ. എന്തിനാ വന്നത്? വെറുതെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം. അവർക്ക് സുകുമാരനുമായി നേരത്തെ പരിചയമുണ്ടോ? അറിയില്ല. അപ്പോ സുകുമാരനെ കൊന്നത് ആരാണെന്ന് ശ്രീദേവിക്ക് അറിയില്ല അല്ലേ? ഇല്ല. സുകുമാരൻ നിങ്ങളെ മർദ്ദിക്കാറുണ്ടായിരുന്നോ? ശ്രീദേവിയുടെ കുഞ്ഞിനെ അയാൾക്ക് ഇഷ്ടമായിരുന്നോ? അല്ല. അതെന്താ? കുഞ്ഞ് അദ്ദേഹത്തിന്റെ അല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ വല്ല വാസ്തവമുണ്ടോ? ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ശ്രീദേവി ഇങ്ങനെ വേദനിപ്പിച്ചപ്പോ വിഷമം തോന്നിയിട്ടില്ലേ? ശ്രീദേവി മാനസികമായി അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു അല്ലേ? സുകുമാരനെ കൊല്ലാൻ ഉപയോഗിച്ച കടാര എവിടെയാണ് വെച്ചിരിക്കുന്നത്? ദയവ് ഇതെന്നെ ഉപദ്രവിക്കരുത്. സുഖേട്ടനെ കൊന്നത് ഞാനല്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എനിക്കടി മറിയണം. സുമിത്ര ടീച്ചറെ,
ഇവിടെ പോലീസുകാർ വന്നിരുന്നു. എന്തിനാ? സുമിത്ര അന്വേഷിച്ച്. സുകുമാരന്റെ കൊലപാതക കേസ് സംബന്ധിച്ച് സുമിത്രയെ കൂടി ചോദ്യം ചെയ്യണമെന്ന്. സുമിത്രയോട് നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. സതീട്ടൻ രാജേന്ദ്രന്റെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൊലയാളിയായിരുന്നു വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ കർച്ചീഫ് നിങ്ങളുടേതാണോ? അതെ. ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വന്നു? സുമിത്ര എന്തിനാ പരിഭ്രമിക്കുന്നത്? എനിക്ക് പരിഭ്രമമൊന്നുമില്ല. സുമിത്രയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി പോസിറ്റീവ്. ഈ കർച്ചീഫിലെ രക്തക്കറ എ നെഗറ്റീവ് ആണ്. മരിച്ച സുകുമാരന്റെ രക്തവും എ നെഗറ്റീവ് ആയിരുന്നു. ഇനി ഈ കർച്ചീഫ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയട്ടെ. സുകുമാരൻ മരിച്ചു കിടന്ന മുറിയിൽ നിന്ന്. പറയൂ, സുമിത്ര എന്തിനാണ് സുകുമാരനെ കൊന്നത്? ഞാനല്ല സുകുമാരനെ കൊന്നത്. പിന്നെ ആരാണ്? എനിക്കറിയില്ല. സ്കൂൾ ക്യാമ്പസിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടവരുണ്ട്. ബസ് സ്റ്റോപ്പിൽ വെച്ച് പലതവണ സംസാരിക്കുന്നതും കണ്ടവരുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ഒരാളോട് ഏതെങ്കിലും സ്ത്രീ അങ്ങനെ സംസാരിക്കുമെന്ന് സുമിത്ര കരുതുന്നുണ്ടോ? പറയൂ, ആ കഠാര എവിടെ? എനിക്കറിയില്ല. ഞാനല്ല അയാളെ കൊന്നത്. യു ആർ അണ്ടർ അറസ്റ്റ്. ആകെ നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ ജാമ്യത്തിലിറക്കണം. പാവം പെണ്ണ്, അവൾ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. നീ സമാധാനപ്പെട്. അവളെ ഇറക്കാനല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സുമിത്ര ഇവിടെ താമസിപ്പിക്കണ്ട. ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അതായിരിക്കും നല്ലത്. ഇവിടെ കഴിഞ്ഞാൽ അവളുടെ മനസ്സ് കൂടുതൽ വേദനിക്കുകയുള്ളൂ. അവളെവിടെ? മുറിയിലുണ്ട്. എപ്പോഴും കരച്ചില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല. സുകുമാരനെ കൊന്നത് സുമിത്ര അല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് ഒരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കൂ, നമുക്ക് നാട്ടിലേക്ക് പോവാം. അമ്മയും ശശികലയൊക്കെ കാണണ്ടേ? ഞാനിനി നാട്ടിലേക്കില്ല. എനിക്ക് ആരെയും കാണണ്ട. രാജേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നാ മതി. പിന്നെ സുമിത്ര ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ പോയി അമ്മയും ശശികലയൊക്കെ ഒന്ന് കാണണം. അവർക്കൊക്കെ സുമിത്രയെ കാണാൻ തിടുക്കമായിരിക്കും. സുമിത്രയ്ക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞെങ്കിലല്ലേ അവർക്കൊക്കെ സമാധാനാവൂ. പൊയ്ക്കൊള്ളാം. ഞാൻ മൂലം നിങ്ങൾ അവമാനിക്കപ്പെട്ടു. ഇനി ഒരു ശല്യമായി ഞാനിവിടെ നിൽക്കുന്നില്ല. ആര് പറഞ്ഞു സുമിത്ര ഞങ്ങൾക്കൊരു ശല്യമാണെന്ന്? നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് നിർത്തൂ രാജേട്ടാ. നമുക്ക് സ്കൂളിൽ ഒന്ന് കയറിയിട്ട് പോവാം. വേണ്ട, ഇപ്പൊ സ്കൂളിൽ പോയി ആരെയും കാണാവുന്ന ഒരവസ്ഥയിലല്ല. ടീച്ചർ എന്താ സ്കൂളിൽ വരാത്തത്? ടീച്ചറിന് വരില്ലേ? എന്നേക്കാൾ നല്ല ടീച്ചർ ഇനി പങ്കജാഷിനെ പഠിപ്പിക്കാൻ വരും. പോവാം. പെട്ടെന്നൊരു ഷോക്കുണ്ടായി. ആ തളർച്ചയിൽ മയങ്ങാണ്. അമ്മേ, അമ്മേ, അമ്മയുടെ മോളൊരു കൊലപാതകയല്ല അമ്മേ. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ.
സുമിത്രേ, പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം നീ വരുത്തി വെച്ച വിനയാണ്. സുകുമാരന്റെ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞെങ്കിലേ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാവും. എന്നോടൊന്നും ചോദിക്കരുത്. ഞാനല്ല സുകുമാരനെ കൊന്നത്. തെളിവുകൾ നിനക്കെതിരാണ്. നിരപരാധിയായ എന്നെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല. സത്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. സുകുമാരൻ മരിച്ച രാത്രി നീ അവിടെ പോയിരുന്നു? രാജേട്ടന് ഇനിയും എന്നെ വിശ്വാസമില്ലേ? നിന്റെ കർച്ചീഫ് എങ്ങനെ സുകുമാരന്റെ മുറിയിൽ വന്നു? കോടതി കയറാൻ തന്നെയാണോ നിന്റെ ഭാവം? ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ. ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ ആളുകൾ നിന്റെ മുഖത്ത് നോക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രാജേട്ടാ. രക്ഷപ്പെടണമെങ്കിൽ മറച്ചു വെക്കുന്ന ആ സത്യം നീ തുറന്നു പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും. പോലീസും സമൂഹവും ഒരു കുറ്റവാളിയായി നിന്നെ മുദ്രയടിച്ചു. സ്വന്തം മനസാക്ഷിയെ പോലും നീ വഞ്ചിക്കുന്നു. രഹസ്യങ്ങൾ ഒരു കലവറയാണ് നിന്റെ മനസ്സ്. എല്ലാം മൂടി വെച്ചിട്ട് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും വിഡികളാണെന്ന് ധരിക്കരുത് സുമിത്രേ. ഈ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട്. അപ്പൊ രാജേട്ടനെ എന്നെ കുറ്റവാളിയാക്കിയല്ലേ? സുമിത്രേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കള്ളം പറയുന്നു. സുകുമാരനുമായി നിനക്ക് രഹസ്യബന്ധം ഉണ്ടായിരുന്നില്ലേ? രാജേട്ടാ, രാജേട്ടൻ എങ്ങനെ ഇത് പറയാൻ തോന്നി? പെയിന്റ് അടിച്ച് മനോഹരമാക്കിയ ഒരു ഹൃദയമാണ് നിനക്കുള്ളത്. ആ ഹൃദയം എനിക്ക് വേണ്ട. രാജേട്ടാ, സോറി, ഞാൻ പോകുന്നു. നിന്റെ ഭാവി നീ സ്വയം നശിപ്പിക്കുന്നു. എന്തിനും എന്റെയും ഭാവി കൊണ്ട് നശിപ്പിക്കണം? നിന്നോട് എനിക്ക് വെറുപ്പില്ല, സഹതാപം മാത്രം. വേണ്ട, നിങ്ങളുടെ സഹതാപവും സ്നേഹവും വേണ്ട. എത്രയൊക്കെ ഞാൻ സഹിച്ചു, ഇതും കൂടി സഹിച്ചുകൊള്ളാം. ഞാനിനി നിങ്ങൾക്ക് ഒരു ഭാരമാകുന്നില്ല. സുമിത്രയ്ക്ക് വേണ്ട, ആ വാക്കിനെ ഉരുവിടണ്ട. സുമിത്ര രാജേട്ടന്റെ ആരുമല്ല. എന്നാലും ആ രഹസ്യം പറയാൻ നീ തയ്യാറല്ല അല്ലേ? ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഈ പടി കയറില്ല. സുമിത്രേ, സുമിത്രേ, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഇത്? തുറന്നു നോക്ക്. പായസം. എന്താ വിശേഷം? ഒരു നല്ല വിശേഷമുണ്ട്. എനിക്ക് ജോലി കിട്ടി. അതെ, ഒടുവിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. നാളെ കഴിഞ്ഞ് ജോയിൻ ചെയ്യണം. എവിടെയാ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്ക്. ഇനി നിനക്ക് സന്തോഷിക്കാമല്ലോ.
എങ്ങോട്ടാ? വെറുതെ വെളിയിലേക്ക്. സുമിത്രയുടെ ആ കേസൊക്കെ എങ്ങനെയായി? അറിയില്ല. നിനക്ക് അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ചുകൂടെ? അന്വേഷിക്കും. ഇവിടെ ഇപ്പൊ സുമിത്രയും ബാബുവിനും തനിച്ചല്ലേ ഉള്ളൂ. രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? എന്ത് പറ്റി നിനക്ക്? ഞാൻ ഒറ്റപ്പെട്ടുപോയി. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി. ആര് പറഞ്ഞു സുമിത്ര ഒറ്റപ്പെട്ടെന്ന്? സുമിത്രയ്ക്ക് ഞങ്ങളുണ്ട്. പിന്നെ രാജേട്ടനില്ലേ? രാജേട്ടൻ ഇനി വരില്ല. രാജേട്ടൻ പിണങ്ങിപ്പോയി. എന്താ കാരണം? സുകുമാരനെ കൊന്നത് ഞാനാണെന്ന് രാജേട്ടൻ വിശ്വസിക്കുന്നു. സുമിത്ര സമാധാനായിരിക്കും. പിന്നെ ഈ കേസ് സംബന്ധിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോ സുമിത്ര വീട്ടിലേക്ക് വരും. പോകുന്ന വഴി ഞങ്ങൾ രാജനെ കാണുന്നുണ്ട്. എന്ത് പറ്റിയടാ ഇതിലേക്ക് വരാൻ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞ്? അവൻ വന്ന വലിയ ശല്യമായിരിക്കും. അതുകൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ സുമിത്രയുടെ വീട്ടിൽ പോയിരുന്നു. നീ അവളുമായി പിണങ്ങിയെന്ന് കേട്ടു. നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു രാജ. സുകുമാരന്റെ കൊലപാതകത്തിന് പിന്നിൽ സുമിത്രയ്ക്കറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അവളത് മറച്ചു വെക്കും. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ വിഡ്ഢികളാവും. ആ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചു, എനിക്കാവുന്നിടത്തോളം. ഇനി വയ്യ. അവൾ നമ്മളെയൊക്കെ കുരങ്ങെടുപ്പിക്കാം. നീ ശോഭിക്കാതെ ആ രഹസ്യം തന്ത്രപൂർവ്വം നമ്മൾ പുറത്തിയായിരിക്കണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ സുമിത്ര വിവാഹം കഴിക്കണം. എന്നിട്ട് വേണം ഭാവി പരിപാടികൾ. വിവാഹമോ? അതിന് നടക്കില്ല. എന്താ രാജ ഇത്? ഒരിക്കൽ സുമിത്ര എന്റെ എല്ലാമായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് അവൾ ആരുമല്ല.
നല്ല ആളാ നീ. അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. സമയം കിട്ടാത്തോണ്ട സുമിത്രേ. ക്ഷമിച്ചിരിക്കുന്നു. ആട്ടെ, ജോലിയൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. കള്ളം. നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? എന്തേ നീ കരയുന്നത്? എന്റെ ദുരിതങ്ങൾ ഓർത്തിട്ടാണോ? സാരമില്ല. ദേ, നമുക്ക് നാട്ടിൽ കുളിക്കാൻ പോണം. എത്ര നാളായി നമ്മൾ ഒരുമിച്ചൊന്ന് കുളിച്ചിട്ട്. ഞാൻ വരുന്നില്ല. നിനക്ക് എന്ത് പറ്റി ശശി? എന്താ ശശി? വീട്ടിലേക്ക് വാ. നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. രാജേട്ടനും നീയും തമ്മിൽ പിണങ്ങിയോ? ഓ, അതോർത്തായിരുന്നു ഈ കണ്ണീര്. നീ വിഷമിക്കണ്ട. ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമേ ഉള്ളൂ. അതുടനെ മാറും. രാജേട്ടനെ നീ കണ്ടോ? ഇനി കാണുമ്പോ രാജേട്ടനോട് പറഞ്ഞേക്ക് എനിക്ക് പിണക്കമൊന്നുമില്ലെന്ന്. നിങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടോ? എന്റെ പേരിലുള്ള കേസൊക്കെ തീർന്നിട്ട്. എന്റെ വിവാഹം നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു നല്ല കാലം വരുമെന്ന്. ഇപ്പൊ സമ്മതിച്ചോ? നിനക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ താമസിയാതെ എനിക്കൊരു കല്യാണം കൂടാ അല്ലേ? ആരാ മോളെ നിന്റെ കല്യാണ ചെറുക്കൻ? അത് പറയൂ പെണ്ണേ. പിന്നെ ആവട്ടെ. കളഞ്ഞു, ആ മൂട് കളഞ്ഞു. ആരാന്ന് പറയടി, ഞാനൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, ഇപ്പൊ നീ അതറിയണ്ട. എത്രയായാലും വിവാഹം വരെയല്ലേ ഒളിച്ചു വയ്ക്കൂ. വിവാഹത്തിന് കാണാമല്ലോ. ധൈര്യശാലിയല്ലേ ചേച്ചി? നീ ഇടന്ന് ഉറങ്ങാൻ നോക്ക്. ചേച്ചിക്ക് എന്താ ബാലേട്ടനോട് ഇത്രയ്ക്ക് ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല. ബാലേട്ടനോട് ചേച്ചി ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ. നമ്മളൊക്കെ നന്ദിയില്ലാത്തവരാണെന്ന് ബാലേട്ടൻ ഓർത്തു കാണും. നാളെ നീ ചെന്ന് നന്ദി പറഞ്ഞാൽ മതി. ചേച്ചിക്ക് എന്താ ഇപ്പൊ എങ്ങനെ തോന്നിയത്? രാത്രി ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതല്ലേ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ബാലേട്ടൻ പിണങ്ങി കാണും. ചേച്ചി, ഞാൻ ബാലേട്ടനോട് നന്ദി പറഞ്ഞു. എന്നിട്ട്? ബാലേട്ടന് ഇഷ്ടമില്ലാത്തവരുടെ നന്ദി വേണ്ടെന്ന്. ആർക്കാ ഇഷ്ടമില്ലാത്തത്? ചേച്ചിക്ക്. എനിക്കോ? ചേച്ചിയല്ലേ ഒരിക്കലും പറഞ്ഞത് ബാലേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്.
ഞാനത് ബാലേട്ടനോട് പറഞ്ഞു. ചേച്ചിക്കൊരു എഴുത്ത്. സുമിത്രയ്ക്ക് എന്റെ വിവാഹം നിശ്ചയിച്ചു. ഈ വരുന്ന 10-ാം തീയതി 10-നും 11-നും ഇടക്കുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടക്കും. വധുവാരെന്നറിയണ്ടേ? ഇഷ്ട തോഴിയായ ശശികല. വിവാഹത്തിന് വരണം, വന്ന് അനുഗ്രഹിക്കണം. സസ്നേഹം, രാജേന്ദ്രൻ. മോൻ പോയി അല്പം വെള്ളം കൊണ്ടുവന്നേ. സുഭദ്രേ, എന്ത് പറ്റി? എന്തുണ്ടായി സുമിത്രേ? അവൻ എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ലേ ഈ സാധനത്തിന്? പെണ്ണ് കാണുമ്പോൾ ഇപ്പൊ ഇവന്റെ മുഖത്ത് കണ്ണിലായിരുന്നു. നമുക്കെന്താ?
ഒന്നും പണം വേണം, അല്ലെങ്കിൽ പെണ്ണെന്നായിരിക്കണം. ഓരോരുത്തന്റെ തലയിലെഴുത്തേ. എന്തു പറ്റി രാജേട്ടാ? ഒന്നും പറ്റിയില്ല. എന്തു രാജേട്ടാ ഇങ്ങനെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കരയുന്ന എനിക്കിഷ്ടമല്ല. പാതിരാത്രി ആയില്ലേ? കിടന്നുറങ്ങാൻ നോക്കൂ. ബാബുമോനില്ലേ? സ്കൂളിൽ പോയിരിക്കുന്നു. എന്തേ പഠിക്കാൻ നിൽക്കുന്നത്? കയറി വരൂ. ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു? ട്രിവാൻഡ്രത്ത് ഒരു സിനിമയുടെ സ്റ്റോറി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി. നന്ദി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതൊരു കടമയായി മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ബാലേട്ട ഇവിടെ ഒന്നും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഊണ് വെച്ചിട്ട് പോവാം. പരാതിയാണോ? ശരി, ഇന്നിവിടെ ആയിക്കോട്ടെ ഊണ്. അകത്തേക്കിരിക്കും. കറികൾ നന്നായിട്ടുണ്ട്. You are so beautiful. You are so beautiful. ഞാൻ പറഞ്ഞത് വിഷമമുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കൂ. എന്റെ സൗന്ദര്യമാണ് എന്റെ ജീവിതം തകർത്തത്. മനസ്സിലായില്ല. ഒന്നുമില്ല. ബാലേട്ടൻ ചോറുന്നോ? എന്നെ ഇപ്പോൾ ഒരു അന്യനായിട്ടാണോ സൂത്ര കണക്കാക്കിയിരിക്കുന്നത്?
അങ്ങനെ ചോദിക്കരുത് പ്ലീസ്. സുമിത്രേ, എടി സുമിത്രേ. ആരാത്? അവനെ വേടി, ആര്? നിന്റെ മറ്റവൻ ഒരു ദരിദ്രവാസിയോടെ താമസിക്കുന്നില്ലേ, സിനിമാക്കാരൻ. അവൻ ഈ വീട്ടിലാ താമസം കേട്ടല്ലോ. കവല വന്നപ്പോ ആളോട് പറഞ്ഞു. എവിടെ അവൻ? അമ്മാവൻ പോവും, അദ്ദേഹം ഇവിടെ ഇല്ല. നീ അവിടെ കള്ളം പറയുന്നു. അമ്മാവൻ എന്തിനാ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നത്? എനിക്കൊന്ന് സ്വൈരായിട്ട് ജീവിക്കണം. നിനക്ക് സ്വൈരമായിട്ട് ജീവിക്കണം. നിന്റെ മറ്റവനെയും കൂട്ടി. എവിടെ അവൻ? അവനെ കൊന്നിട്ട് ഞാൻ കൊടുക്കും. തെണ്ടി, നീ ഇവിടെ കയറി അടയിരിക്കുക അല്ലേ? എന്നെ നിനക്കറിയാം. കടുവാപ്പാറ പപ്പു രണ്ടുപേരെ കൊന്ന് ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്റെ മരുമകളാ സുമിത്ര. അവളെ നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അത് ശരി. ഓ, ഇതാണ് നിന്റെ പ്ലാൻ. നീ റോട്ടിലേക്ക് ഇറങ്ങില്ലേ? അപ്പൊ കാണാ. ആരാണ് മനുഷ്യൻ? അമ്മയുടെ ഒരു അകന്ന ബന്ധുവാ. ഒത്തിരി മുറിഞ്ഞോ? ഏയ് സാരമില്ല. ഞാൻ മരുന്ന് വെച്ചേട്ടെ? ഡോക്ടറാണോ? അല്ല, ബാലേട്ടന്റെ നേഴ്സ്. എന്തിനാണ് ഈ അണിഞ്ഞൊരുക്കം? ഓഫീസിലേക്കാണെങ്കിൽ വേണ്ട. ഇനി മുതൽ നീ ഓഫീസിൽ പോണ്ട. എന്റെ ഭാര്യ ഒരു പ്രദർശന വസ്തുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും ഒന്ന് അനുവദിക്കൂ. ഇവിടെ ധാരാളം ജോലി ഉണ്ടല്ലോ, അത് നോക്കി നടത്തിയാൽ മതി. ഒരു LD ക്ലാർക്കായി ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട ഗതികേട് എന്റെ ഭാര്യയ്ക്കില്ല. എന്താ രാജേട്ടാ ഇത്? എന്നോട് എന്തിനാ ഇങ്ങനെ? എന്താ ഞാൻ എന്നെ എടുത്ത് എന്റെ തലയിൽ വെക്കണം? രാജേട്ടാ, കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറൂ. എനിക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റൂ. എങ്ങോട്ടാ യാത്ര? മദ്രാസിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്. എന്ന് മടങ്ങി വരും? ഒരാഴ്ച കഴിയും. അപ്പോ ഇനി ഒരാഴ്ച കഴിഞ്ഞ് ബാലേട്ടനെ കാണാൻ നോക്കൂ. എന്നെ കാണാതിരിക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? മടങ്ങി വരുമ്പോ സുമിത്രയ്ക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ബാലേട്ടന് ഇഷ്ടമുള്ളത്. വരട്ടെ. ഓഫീസിലേക്ക് കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നത്. എന്റെ ദുഃഖം ആരും അറിയണ്ടെന്ന് കരുതി ഇനി ഞാൻ ഓഫീസിലേക്കില്ല. നിനക്കറിയാമോ, എന്നെ സ്ത്രീയെ എന്റെ ഭർത്താവിന് ആവശ്യമില്ല. നിന്റെ ദുഃഖത്തിൽ സഹതപിക്കാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സുമിത്രയോട് ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിരിക്കും. പാവം, അവളിപ്പോ എന്നെ ശപിക്കുന്നുണ്ടാവും. ബാലേട്ടന്റെ സെലക്ഷൻ ഉഗ്രനായിരിക്കുന്നു. ഈ സാരി കൊടുത്ത് സുമിത്ര ഒന്ന് കാണണം. ഇപ്പോഴോ? You are so beautiful. You are so beautiful. എന്ത് പറ്റി? ബാലേട്ടൻ
അങ്ങനെ പറയരുത്. എന്തുകൊണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല ബാലേട്ട. അല്ല, എന്തുകൊണ്ട്? ഒരു പഴയ സംഭവം. പഴയ സംഭവം? ഞാൻ കൂടെ അറിയട്ടെ? വേണ്ട. സുമിത്രയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ മനസ്സിലായി എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബാലേട്ടന് അങ്ങനെ തോന്നിയത്. സുമിത്രയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ആ സംഭവം ചോദിച്ചത്. അത് പറഞ്ഞാൽ വേണ്ട, ബാലേട്ടൻ എന്നെ വെറുക്കും. സുമിത്ര പറഞ്ഞ വാചകം ഞാൻ തിരിച്ചു പറയുന്നു. സുമിത്ര എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ മറ്റാരോടും പറയില്ല. സുമിത്രയോടുള്ള സ്നേഹം കുറയുകയില്ല. ദയവ് ഇതിനെ നിർബന്ധിക്കരുത്. ദാ ഇത് നോക്ക്. ബാലേട്ടൻ ഇത് എവിടുന്ന് കിട്ടി? അതെവിടെ നിന്നെങ്കിലും ആയിക്കോട്ടെ. ഡയറി ഗ്രൂപ്പിൽ ആ സംഭവമല്ലേ സുമിത്ര പറയാൻ പഠിക്കുന്നത്. ബാലേട്ടൻ പോവും, എന്നെ വേദനിപ്പിക്കാതെ. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ബാലേട്ടാ, എന്നെ വിശ്വാസമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് ഇനിയും വരാൻ മനസ്സാക്ഷി അനുവദിക്കില്ല. ബാലേട്ടാ. വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെ ഇഷ്ടമാണെങ്കിൽ ആ രഹസ്യം പറയും. അത് പറയുന്നതുകൊണ്ട് സുമിത്ര ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം എന്റെ സീനിയർ സ്റ്റുഡന്റ് ആയിരുന്നു മരിച്ചുപോയ സുകുമാരൻ. കോളേജിലേക്ക് പാട്ട് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ സമീപിച്ചു. രാജേട്ടന്റെ ഫോണായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ ചെന്നപ്പോ സുകുമാരൻ എന്നെ ഒരു ക്ലാസ് റൂമിലേക്ക് വലിച്ചഴിച്ചു. എന്നെ ഭീഷണിപ്പെടുത്തി. അയാൾ കുറെ നഗ്ന ഫോട്ടോകൾ എടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ടീച്ചറായി ജോലി സ്ഥലത്ത് ചെന്നപ്പോ വീണ്ടും സുകുമാരനെ കണ്ടു. അയാൾ പലതവണ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ചെല്ലാതിരുന്ന എന്നെ ഫോട്ടോയും നെഗറ്റീവും തരാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചപ്പോ ഒരു രാത്രി ഞാൻ പോകാൻ തയ്യാറായി. ഈ സംഭവം എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? ഞാനത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ ഫോട്ടോകൾ സുമിത്രയ്ക്ക് തിരികെ കിട്ടിയോ? ഇല്ല, അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഫോട്ടോയെ കുറിച്ച് പോലീസുകാർ വല്ലതും ചോദിച്ചോ? ഇല്ല, അതവർക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. സുകുമാരനെ കൊന്ന ആരാണെന്നതിനെ കുറിച്ച് സുമിത്രയ്ക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല. ഇക്കാര്യം സുമിത്ര മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അനിയത്തിയുടെ കത്ത് വന്നിരുന്നു. അച്ഛൻ അസുഖാണ്, വീട് വരെ ഒന്ന് ചെല്ലണമെന്ന്. പോകണ്ട. നാളെ തന്നെ മടങ്ങി വന്നേക്കാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ചത്താ കുഴിച്ചിടാൻ അവിടെ നാട്ടുകാരില്ലേ? എന്നാൽ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ.